മഖ്ദൂമിയ ദഅവ കോളേജ് ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക വൈജ്ഞാനിക സ്ഥിരാകേന്ദ്രമായ കൊല്ലം തഴുത്തല ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ ചിറയൻകീഴ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. SSLC പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡും മദ്രസ 7ാം തരവും പാസായ സമർത്ഥരായ ആൺകുട്ടികൾക്ക് യോഗ്യതാടിസ്ഥാനത്തിൽ 7 വർഷത്തെ സൗജന്യ വിദ്യാഭ്യാസത്തിന് പ്രവേശനം നൽകുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മതവിഷയത്തിൽ മുഖ്തസർ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ PGDCA, അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ പഠനം, ലീഡർഷിപ്പ് ട്രെയിനിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിൽ കഴിവുറ്റ അധ്യാപകരുടെ ശിക്ഷണം നൽകുന്നു. ഇപ്പോൾ 6ാം അധ്യയന വർഷത്തിൽ മഖ്ദൂമിയ പ്രവേശിക്കുമ്പോൾ 6 ബാച്ചുകളിലായി 150ഓളം വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിമാസം 2 ലക്ഷത്തോളം രൂപ ചിലവുള്ള സ്ഥാപനം 1 രൂപ പോലും സ്ഥിര വരുമാനമില്ലാതെ അഭ്യുദയകാംക്ഷികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. മതിയായ ഭൗതിക സൗകര്യത്തിന്റെ പരിമിതിയിൽ താൽക്കാലിക ഷെഡുകളും ബിൽഡിംഗ് സംവിധാനങ്ങളും മാത്രമേ മഖ്ദൂമിയയ്ക്ക് നിലവിലുള്ളൂ. കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസൃതമായി ഇസ്ലാമിക പ്രബോധന വീതിയിൽ കരുത്തുറ്റ ആദർശധീരരായ ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നാളിതുവരെ സഹകരിച്ചവർ, തുടർന്നും സഹകരിക്കുന്നവർ സർവർക്കും സർവാധിനാഥൻ സർവഗുണങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തുന്ന ആദ്യകാല മുസ്ലിമീങ്ങൾ അവരെല്ലാം കഷ്ടപ്പാടുകളുടെ നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹിക്കുന്നു, സഹാബത്ത് മുഴുവനും സഹിക്കുന്നു. അപ്പോഴാണ് ഇസ്ലാമിന്റെ ആഹ്വാനം വരുന്നു, നബിയേ തങ്ങൾ ഈ ഇസ്ലാമിന്റെ പ്രചരണം ഒന്ന് പരസ്യമാക്കണം നബിയേ. ഇതിന്റെ ഇടയിലൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കുന്ന ഒരുപാട് സഹനങ്ങളുണ്ട്. അതൊന്ന് സ്പർശിക്കാതെ പോകുന്നത് നമ്മുടെ വിഷയത്തോട് നീതിയല്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പണി എന്താണ്? എവിടെയെങ്കിലും വകാന സിദ്ദീഖു ഇദാ മർറ ബി അഹദിൻ മിനൽ മവാലി യുഅദ്ദബു യശ്തരീഹി മിൻ മവാലിഹി വയഅതിഖുഹു. അവിടുന്ന് എവിടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ഏതടിമയെ കണ്ടാലും കയ്യിലുള്ള ക്യാഷ് എടുത്തു കൊടുത്തിട്ട് അവരെ അങ്ങ് മോചിപ്പിക്കുന്നു. വമിൻഹും ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങനെ മോചിപ്പിക്കപ്പെട്ട മഹാനാണ്. ഹുമാമ എന്ന് പറയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും അങ്ങനെ മോചിപ്പിക്കപ്പെട്ട മഹദിയാണ്. ആമിർ ഇബ്നു ഫുഹൈറ എങ്ങനെയാണ്, ഉമ്മു അബ്സ് എന്നവരെങ്ങനെയാണ്, സനീറ വന്നഹദിയ അവരുടെ മക്കളും അവരെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൈസ കൊടുത്തിട്ട് അടിമ കമ്പോളത്തിൽ നിന്ന് മോചിപ്പിച്ചു, ഇസ്ലാം ആശ്ലേഷിച്ചതിന്റെ പേരിൽ. അപ്പ അബൂ ഖുഹാഫ എന്ന വാപ്പാക്ക് തുടങ്ങി ചൂട്, അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അയാ ബുനയ്യ പൊന്നുമോനെ അറാക തഅതിഖു റിഖാബൻ ളിആഫാ വലൗ അഅതഖത ഖൗമൻ ജൽദൻ യംനഊനക. അല്ലയോ അബൂബക്കറേ, എന്തിനാണ് നീ ചാവാലി അടിമകളെ എല്ലാം കൂടി ഇങ്ങനെ വാങ്ങുന്നത്? പാവപ്പെട്ട അടിമകളെയൊക്കെ മോചിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അതേ സമയത്ത് കുറച്ച് ആരോഗ്യമുള്ള തടിമുടുക്കുള്ളതിന് നീ മോചിപ്പിച്ച കൂടെ കൊണ്ടിടുന്ന സെക്യൂരിറ്റി എങ്കിലും ആക്കാമല്ലോ. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നു. എനിക്ക് ഉപയോഗിക്കാനല്ല ഒരടിമയെയും ഞാൻ മോചിപ്പിച്ചിട്ടുള്ളത്, എനിക്ക് സെക്യൂരിറ്റി ആക്കാനല്ല. وسيجنبها الأتقى الذي يؤتي ماله يتزكى. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ ഞാൻ ഒരാളെയും മോചിപ്പിച്ചിട്ടില്ല. ഞാൻ എന്റെ ഈ അടിമമോചനം മുഴുവനും നടത്തിയത് പടച്ച റബ്ബിന് വേണ്ടിയാണ്. കാരണം ബിലാൽ തങ്ങളെ ചാട്ടവാറിന്റെ അടിയിൽ കിടന്ന് നിലവിളിച്ചത് അഹദെന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ബിലാൽ തങ്ങളെ ഞാൻ തൽക്കാലം ഒഴിവാക്കി മാറ്റിവെച്ചതാണ്. അതുപോലെ ഒരുപാട് അടിമകൾ കിടന്ന് ശിക്ഷ അനുഭവിക്കുന്ന രംഗങ്ങളുണ്ട്.
പക്ഷേ നമ്മുടെ പ്രയാണത്തിന്റെ വഴിയിലേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ്, ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ത്യാഗം അനുഭവിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മതത്തിന്റെ പ്രചരണം നടത്തുന്നു. അപ്പോഴാണ് ഖുറൈശികൾ കടങ്ങിയില്ല. പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുന്നു, ഫസ്ദഅ ബിമാ തുമർ വഅൻദിർ അശീറതകൽ അഖറബീൻ. ഓ നബിയേ, ഇങ്ങനെ ഇരുന്നാൽ പോരാ, അവിടുന്ന് ദീൻ അടുത്ത കുടുംബക്കാരോട് പ്രചരണം നടത്തണം നബിയേ. ഇടയിലൂടെ അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരുന്നു, അല്ലയോ ഹബീബായ നബിയെ, ഇസ്ലാം പ്രചരിപ്പിക്കണം. ഇഷ്തദ്ദ ദാലിക അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദാഖ ബിഹി ദർഅൻ ഫമക്കസ ശഹറാ. അടുത്ത കുടുംബക്കാരെ എല്ലാം വിളിച്ച് ഇസ്ലാം ഒന്ന് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാലോചിച്ച് എങ്ങനെയാണത് സാധ്യമാവുക. അങ്ങനെ എല്ലാ ആളുകളെയും വിളിക്കാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിലുള്ള മൂത്താപ്പമാരും അതുപോലെ തന്നെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളും പറഞ്ഞു, അബൂലഹബിനെ വിളിക്കണ്ട കേട്ടോ, ബാക്കിയുള്ളവരെല്ലാം വിളിച്ചു. ആ മീറ്റിംഗ് മുഴുവനും കൊളമാക്കി കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ സംസാരിച്ചു. അവിടെ ഇബ്നു ഇസ്ഹാഖിന്റെ നിവേദനം, ഇബ്നു ഹിഷാമിന്റെ നിവേദനം, ഇമാം ഹലബിയുടെ നിവേദനം, യൂസുഫ് സ്വാലിഹിയുടെ നിവേദനം, അവിടെ എല്ലാം കാണാം 2 തവണ സദ്യ ഒരുക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. അപ്പൊ സദ്യ ഒരുക്കിയിട്ട് ദീനീ ദഅവത്തിന്റെ മജ്ലിസ് ഉണ്ടാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയതാണ്. അത് നമ്മളും ഏറ്റെടുത്ത് നടത്തുന്ന പരിപാടിയാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദ്യ ഒരുക്കിയിട്ട് അന്നത്തെ ആളുകളെ വിളിച്ചു. ആദ്യത്തെ മീറ്റിംഗിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് വിടുകയല്ലാതെ ആശയം പറയാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ മീറ്റിംഗ് പിന്നെയും വിളിച്ചു. അപ്പോഴും അബൂലഹബ് വന്നിട്ട് വിഷമങ്ങളെല്ലാം പറഞ്ഞു. അവിടുന്ന് അദ്ദേഹം ഈ യോഗത്തിന്റെ വിഷയങ്ങളെല്ലാം എതിർത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ വമാ റഅയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഒരാളും എനിക്കെതിരെ സംസാരിച്ചില്ല. പക്ഷേ അബൂലഹബ് മാത്രം വന്ന് കയർത്ത് സംസാരിച്ചു. ഞാൻ അവിടുന്ന് മൗനം ദീക്ഷിച്ചു. പിന്നെയും ഞാൻ അവരെ വിളിച്ചു ചേർത്തു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അഹ്മദുഹു വഅസ്തഈനുഹു വഉമിനു ബിഹി വതവക്കലു അലൈഹി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന നല്ല ഒരു പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് നടത്തി. അപ്പോഴാണ് അബൂ താലിബ് എന്ന മൂത്താപ്പ എടുത്തുണ്ട്, മോനെ നീ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചു, പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി തന്നെ ആയിരിക്കാം, നിനക്ക് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ വതകല്ലമൽ ഖൗമു കലാമൻ ലയ്യിനൻ, എല്ലാവരും നല്ല വർത്തമാനം തന്നെ അവിടുന്ന് നടത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് നിന്റെ മതത്തിലേക്ക് വരാൻ കഴിയില്ല, പക്ഷേ ലാ അസാലു അംനഉക മിൻ കുല്ലി ശിദ്ദത്തിൻ യാ മുഹമ്മദു. ഓ പൊന്നുമോനെ, നിനക്കെതിരെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ തടുത്തോളാം, പക്ഷേ എനിക്ക് നിന്റെ മതത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുകയാണ്, വഅൻദിർ അശീറതകൽ അഖറബീൻ. നബിയെ വിട്ടുകളയാനായിട്ടില്ല, എല്ലാവരെയും ഒന്ന് വിളിച്ചുകൂട്ടിയിട്ട് ഒരു പരസ്യ പ്രസംഗം നടത്തണം നബിയേ. ഇനി കാത്തിരിക്കാനില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ സഫാ കുന്നിന്റെ മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിട്ട് വിളിക്കാൻ തുടങ്ങി, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, അൻഖിദൂ അൻഫുസകും മിനന്നാർ, തടി നരകത്തിൽ നിന്ന് കാത്തോളണം. ഫഇന്നീ ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് തടുക്കാൻ എനിക്കൊന്നും കഴിയില്ല.
യാ ബനി അബ്ദുമനാഫ്, അബ്ദുമനാഫ് ഗോത്രക്കാരെ, നിങ്ങളെയും എനിക്ക് തടുക്കാൻ കഴിയില്ല, നിങ്ങൾ നരകത്തെ തൊട്ട് കാത്തോളണം. എന്നിട്ട് വിളിക്കാൻ തുടങ്ങി, അല്ലയോ അബ്ദുശംസ് ഗോത്രമേ, അല്ലയോ ബനി കഅബുകാരെ, യാ അബ്ബാസ്, അല്ലോ അബ്ബാസ് എന്നവരെ. അവസാനം വിളിക്കുന്നു, യാ സഫിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരിയായ സഫിയ, വയാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, എന്റെ പൊന്നുമോളായ ഫാത്തിമ, അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ തടി നരകത്തിൽ നിന്ന് കാത്തോളണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിലേക്ക് പോകാൻ പാടില്ല, ഈമാനിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ക്ഷണം നടത്തുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവരും മാന്യമായി പെരുമാറി. പക്ഷേ അപ്പോഴാണ് ഫഖാല അബൂലഹബിൻ തബ്ബല്ലക സായിറൽ ലൗമി അലിഹാദാ ജമഅതനാ തബ്ബല്ലക യാ മുഹമ്മദ്, നാശം, ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഇവിടെ വിളിച്ചു കൂട്ടിയത്? ഇവിടെയുള്ള അറബ് ഗോത്രങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ മതത്തിലേക്ക് വരാനാണോ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞപ്പോൾ സൂറത്ത് ബി ഖുർആനി ഹേ ഓ സീറത്ത് ബി ഖുർആനി ഹേ വല്ലാഹു യഅസിമുക മിനന്നാസ്. ഓ നബിയെ, വിഷമിക്കേണ്ടതില്ല, വിപത്തുകളിലും ആപൽഘട്ടങ്ങളിലും മുഴുവനും തങ്ങളെ നമ്മൾ സംരക്ഷിച്ചോളാം. തങ്ങളെ എതിർക്കുന്നവർ നമ്മുടെ എതിരാളിയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അടിമുടി അടക്കം എല്ലാം നാശത്തിലാണെന്നൊരൊറ്റ പ്രഖ്യാപനം അല്ലാഹുവിൻ്റെത് വന്നുപോയി. കാരണം എന്തായ മെഹബൂബോ മുഹിബ് മേ നഹി മേരാ തേരാ. അള്ളാഹുവിന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞവർ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തവർ അള്ളാഹുവിനോട് ഉടമ്പടി ചെയ്തതിന് തുല്യമാണ്. കാരണം യദുല്ലാഹി ഫൗക ഐദീഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യെ ആദരിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് യദുല്ലാഹി ഫൗക ഐദീഹിം. കാരണം എന്തേ? ഖാതമുൽ മുർസലീൻ യേ ജഹാപ് ഹേ ബായിസെ ഇൽമത്തെ കും ഫകാപ് ഹേ. കുൻ ഫയകൂൻ എന്ന് പറഞ്ഞാൽ അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഉണ്ടാവുക എന്നതാണല്ലോ അള്ളാഹുവിന്റെ വ്യവസ്ഥിതി. അതിന്റെ നിയോഗം ലഭിച്ച നേതാവല്ലേ തങ്ങൾ. വല്ലാഹു ഹുവൽ മുഅ്തി വ അന ഖാസിമുൻ എന്ന ഹദീസിലേക്ക് ഇമാം ബുഖാരി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവാണ് നൽകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിതരണം ചെയ്യുന്നത് അഥവാ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള നബിയെ ബായിസേ അസ്മത്തെ കുൻ ഫകാ ആപ് ഹേ. ഓ നബിയെ, കുൻ ഫകാ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുടെ നിയോഗമായ നബിയെ, ഫർശ് സേ അർശ് തക് ബർതരി ആപ്കി. നബിയെ, മഹത്വം അല്ലാഹുവിന്റെ അർശ് മുതൽ ഈ ഭൂലോകം വരെ എല്ലായിടത്തും തിരുനബിയുടെ മഹത്വമല്ലേ.
യാ നബി യാ നബി യാ നബി യാ നബി ആപ് ഖുർആൻ ലായേ ഹബീബേ ഖുദാ. ഓ പ്രിയപ്പെട്ട നബിയെ, അവിടുന്നല്ലയോ ഖുർആൻ മാനവിക ലോകത്തിനു നൽകിയത്? വരിഷ്ഠമായ വചനങ്ങളുടെ വിശിഷ്ടമായ സമ്മാനമായ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടത്തിയ നബിയേ, അവിടുത്തെയുടെ മഹത്വത്തിന്റെ മണിവീണകളിൽ തന്ത്രി അവസാനിക്കില്ല. അവിടുത്തെ മഹാത്മ്യത്തിന്റെ ഗീതകങ്ങൾ ഒടുങ്ങുകയില്ല. അവിടുത്തെയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ച് തീർക്കാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെയുള്ള ഓരോ കണങ്ങളും തിരുകീർത്തനത്തിന്റെ മാല്യങ്ങൾ കോർത്തുകൊണ്ട് അവതരിച്ചാലും അവസാനിക്കാത്ത പ്രകീർത്തനത്തിന്റെ പ്രകമ്പനങ്ങളെ മാല്യത്തിന്റെ ഹൃദയഗീതങ്ങളാക്കി മാറ്റിയ ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വാക്കുകൾക്ക് അർത്ഥമുണ്ടെങ്കിൽ, അർത്ഥത്തിന് വ്യാപ്തിയുണ്ടെങ്കിൽ അതിനും അപ്പുറമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം എന്താ? ഫർശ് ഹർശ് ഹഖ് ഹേ മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹി കീ. അല്ലാഹുവിന്റെ അർശിന്റെ മഹത്വത്തിന്റെ നിദാനം ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് ഇസ്ലാമിക പ്രചാരത്തിന്റെ ആദ്യ നാളുകളിൽ ത്യാഗത്തിന്റെ വഴികളിലാണ്, പരീക്ഷണത്തിന്റെ ഇടവഴികളിലാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒതുക്കാൻ എല്ലാ ശ്രമവും അവർ നടത്തി. അങ്ങനെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിജയിക്കുന്നില്ല എന്ന് കണ്ടു. അങ്ങനെ അവര് നേരെ പോയി അബൂ താലിബ് എന്ന മൂത്താപ്പാനെ പിടിക്കാൻ. യാ അബാ താലിബ്, അല്ലയോ അബൂ താലിബേ, ഇന്ന ഇബ്ന അഖീക ഖദ് സബ്ബ ആലിഹതനാ വആബദീനനാ വസഫഹ അഹ്ലാമനാ വദല്ലല ആബാഅനാ. അല്ലയോ പ്രിയപ്പെട്ട അബൂ താലിബേ, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ ആളാണ്. പക്ഷേ നിങ്ങളുടെ സഹോദരന്റെ മകനുണ്ടല്ലോ, ഈ ദൈവമൊന്നും വേണ്ടെന്നാ പറയുന്നത്, ഒരു ദൈവമേ ഉള്ളൂ എന്നാ പറയുന്നത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. ഇമ്മാ അൻ തകുഫഹു വ ഇമ്മാ അൻ തഖല്ലിയ ബൈനനാ വ ബൈനഹു. ഒന്നുകിൽ മകനെ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹും അബൂ താലിബ്, അപ്പൊ അബൂ താലിബ് പറഞ്ഞു ഖൗലൻ റഫീഖൻ വറദ്ദഹും റദ്ദൻ ജമീല. ഞാൻ നോക്കട്ടെ, മോനോരോടൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങ് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കണ്ടില്ലേ, ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നു, അവരെല്ലാം വന്ന് എന്നെ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉപ്പാ, സത്യം മറച്ചു വെക്കാൻ കഴിയില്ല, ശരി പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും അബൂ താലിബ് എന്നവരെ കാണാൻ വരുന്നു. യാ അബാ താലിബ്, ഇന്നലക സിന്നം വ ഇന്നലക ശറഫൻ വ മൻസിലതൻ ഫീനാ വഇന്നാ ഖദ് ഇസ്തഹൈനാക മിൻ ഇബ്നി അഖീക ഫലം തൻഹു അന്നാ വഇന്നാ വല്ലാഹി ലാ നസ്ബിറു അലാ ഹാദാ മിൻ ശതമി ആബാഇനാ വ തസ്ഫീഹി അഹ്ലാമിനാ വഇബി ആലിഹതിനാ حتى تكفه عنا أو ننازله وإياك في ذلك حتى يهلك أحد الفريقين. അല്ലയോ അബൂ താലിബേ, ഒന്നുകിൽ മോനെ പിടിച്ചു കെട്ടണം, കുറെ വയസ്സായില്ലേ നിങ്ങൾക്ക്, നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു കുറെ അങ്ങ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, മോനെ, എന്റെ സമുദായം മുഴുവനും എന്റെ അടുക്കൽ വന്നു, വന്നിട്ട് എന്നെ ഇതാ കുറെ ആക്ഷേപം നടത്തി. അതുകൊണ്ട് മോൻ എന്ത് വേണം ചെയ്തു തരാം, ഇതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാമോ? ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയൊന്ന് സമാധാനം ചോദിക്കാൻ ഉമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ, പോയൊന്ന് സങ്കടം പറയാൻ വാപ്പയില്ലല്ലോ, ഒരൊറ്റ സഹോദരനുമില്ലല്ലോ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ചരിത്രത്തിന്റെ വായനയുടെ ഇടയിൽ നമ്മളൊന്ന് ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ സഹോദരനില്ല, സഹോദരിയില്ല,
മാതാവില്ല, പിതാവില്ല. ഇങ്ങനെ വിഷമിക്കാനുള്ള ഘട്ടത്തിൽ പോയൊന്ന് സാന്ത്വനിപ്പിക്കാൻ മാനുഷികമായി ചിന്തിച്ചാൽ ആരുമില്ല. പക്ഷേ അല്ലാഹു ഉണ്ട് എന്ന സമാധാനമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. വഴിയിൽ കിടക്കുന്ന വീണമുത്തിനെ പോലെയായിരുന്നില്ലേ തങ്ങൾ, തങ്ങളെ നമ്മളല്ലേ സംരക്ഷിച്ചതെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ താല്പര്യമതാണ്. വഴിയിൽ വീണ മുത്ത് എന്നാണ് ലാലിന്റെ ഉദ്ദേശം. ലാലത്തെന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മാർഗഭ്രംശം സംഭവിച്ചു എന്ന് ചില പരിഭാഷകർ എഴുതിയിട്ടുണ്ട്. ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സംരക്ഷിക്കുന്നത്. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, യാ അല്ലയോ മുത്താപ്പ, വല്ലാഹി ലൗ വളഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ ശിമാലി അലാ അൻ നത്റുക ഹാദൽ അംറ. ഈ മതത്തിന്റെ പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ എന്റെ ഒരു കൈയിൽ ചന്ദ്രനും മറുകൈയിൽ സൂര്യനും വെച്ച് തന്നാലും എനിക്കിത് ഒഴിവാക്കാൻ കഴിയില്ല ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പമൊരു വേദനയോടെ മുത്താപ്പാന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഉടനെ വിളിക്കുകയാണ്. ഫലമ്മാ വല്ലാ നാദാഹു അബൂ താലിബ്. അബൂ താലിബിനൊരു പിതാവിന്റെ മനസ്സിന്റെ ലാളനയുണ്ട്. വിളിക്കുന്നു, ഇദ്ഹബ് യബ്ന അഖീ ഫഖുൽ മാ അഹ്ബബ്ത വല്ലാഹി ലാ ഉസല്ലിബുക ലിശൈഇൻ അബദാ. മോനെ വിഷമിച്ചിറങ്ങിപ്പോല്ലേ, മോൻ ഇഷ്ടമുള്ള മതം പറഞ്ഞോ, ഞാൻ മോനെ വിട്ടുകൊടുക്കില്ല മോനെ. ഇതുകൊണ്ടാണ് സൈനി ദഹ്ലാൻ തങ്ങളെപ്പോലെയുള്ള ആളുകൾ അസ്നൽ മുതാലിബ് ഫീ നജാത്തി അബീ താലിബ് എന്ന ഗ്രന്ഥം എഴുതാനുള്ള കാരണം. അബൂ താലിബിനാണ് നരകത്തിലെ ഏറ്റവും ലളിതമായ ശിക്ഷ. എന്നാൽ അബൂ താലിബ് സ്വർഗത്തിൽ കടക്കുമോ മുഅ്മിനായോ എന്നതിൽ ഗഹനമായ ചർച്ചകൾ നടക്കുകയും കെലിമ ഉറക്കെ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഈമാനുള്ള ആളാണ് എന്ന നിലക്ക് ഗ്രന്ഥം എഴുതി സൈനി ദഹ്ലാൻ തങ്ങൾ. മഹാനവർകളുടെ ഗ്രന്ഥത്തിന്റെ പേരാണ് അസ്നൽ മതാലിബ് ഫീ നജാത്തി അബീ താലിബ്. ഇമാമുന സുയൂത്തി റഹിമഹുല്ലയും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും നജാത്തു അബീ താലിബ് എന്ന വിഷയത്തിൽ അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അപശബ്ദമെന്ന് പറഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ താങ്ങും തണലുമായി വല്ലാഹി ലൻ യസിലു ഇലൈക ബിജമ്മിഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. അബൂ താലിബ് പറയുകയാണ്, മോനെ വല്ലാഹി ലൻ യസിലു ഇലൈക ബിജമ്മിഹിം, അവരെല്ലാം കൂടെ മോനെ ഒന്നും ചെയ്യൂല മോനെ. ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ, എന്നെ മണമറമാടുന്നത് വരെ മോനെ ഒന്നും ചെയ്യൂല. ഞാൻ മരിക്കുന്നത് വരെ മോന് സഹായി തന്നെ. ഫംലീലി അംരിക മാ അലൈക ഗലാലത്തുൻ വബശിർ വഖറ ബിദക മിൻക ഉയൂനാ. മോനെ സന്തുഷ്ടമായി പോകണ, കരയരുത് മോനെ. മോൻ ആശയം പ്രചരിപ്പിച്ചോ. പക്ഷേ വദഉതനി വസഅംത അന്നക നാസിഹി ഫലഖദ് സദഖത വകുൻത സമ്മ അമീനാ. അല്ലയോ മോനെ, വദഉതനി, നീ എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വസഅംത അന്നക നാസിഹി, മോൻ എന്നെ ഉപദേശിക്കുകയാണെന്നും മോൻ പറഞ്ഞു. ഫലഖദ് സദഖത, മോൻ പറഞ്ഞത് സത്യം തന്നെയാണ്. വകുൻത സമ്മ അമീനാ, പണ്ടേ മോൻ അല്ലമീൻ തന്നെയല്ലേ.
ലൗലൽ മലാമതു ഔ ഹിദാരി സുബ്ബതൻ ലവജതനി സംഹം ബിദാക മുബീനാ. മോനെ, ഞാനെങ്ങനെ മോന്റെ പദത്തിലേക്ക് വന്നാൽ ഇവിടെയുള്ള എല്ലാവരും പറയും അബൂ താലിബ് കണ്ടില്ലേ അനിയന്റെ മോന്റെ കൂടെ പോയി, അനിയന്റെ മോന്റെ കൂടെ പോയി എന്ന് പറയും. എന്റെ ഈ നാട്ടിലെ പ്രമാണിത്വത്തിനത് പറ്റില്ല. അങ്ങനെ ഒരു ഐബില്ലായിരുന്നെങ്കിൽ ഞാനിത് തുറന്ന് പറയുമായിരുന്നു മോനെ. അപ്പൊ ഉള്ളിൽ അംഗീകരിച്ചു എന്നതിന്റെ തെളിവാണ് അബൂ താലിബിന്റെ ഈ വരികൾ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഴങ്ങിയില്ല. മുന്നിലൂടെ അള്ളാഹുവിന്റെ മതവും കൊണ്ട് പോവുകയാണ്. ഇനി ഇവിടെ ഇമാം ഇബ്നു ഇസ്ഹാഖിന്റെ നിവേദനം, യൂസുഫ് സാലിഹിയുടെ നിവേദനം കാണാം. ഈ വിഷയങ്ങളെല്ലാം ഖുറൈശികൾ അറിഞ്ഞു. മൂത്താപ്പ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുങ്ങുന്നില്ല എന്ന വിവരം അറിഞ്ഞപ്പോൾ അവരടുത്ത മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചു, ഇങ്ങനെ വിട്ടാൽ മതിയോ? അങ്ങനെ ഉമാറത്ത് ബിനുൽ വലീദ് ബിനുൽ മുഗീറ എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചു. യാ അബാ താലിബ് ഹാദാ ഉമാറത്ത് ബിനുൽ വലീദ് എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്ന് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബദലായി ഖുറൈശികളുടെ നല്ല കാണാൻ ചുറുക്കുള്ളൊരു ചെറുപ്പക്കാരനാണ്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ആളും കുറച്ചൊക്കെ കാണാനും അതുപോലെ കൊള്ളാനും ഒക്കെ പറ്റുന്ന ഒരാളാണ്. അയാളെയും കൊണ്ട് അബൂ താലിബിന്റെ അടുക്കലേക്ക് വന്നു. സുന്ദരനായ ഖുറൈശി യുവാവാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ താലിബ് എന്നവരുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, ഓ അബൂ താലിബേ, ഹാദാ ഉമാറത്ത് ബിനുൽ വലീദ് അൻഹദ് ഫതൻ ഫീ ഖുറൈശിൻ വഅജ്മലഹു യഫഖുദുഹു ഫലക അഖലുഹു വനസ്റുഹു വത്തഖിദുഹു വലദൻ ഫവലക. ഓ അബൂ താലിബേ, ഇദ്ദേഹത്തെ നിങ്ങൾ എടുത്തോളൂ. ഉമാറത്ത് ബിനുൽ വലീദ് ബിനുൽ മുഗീറ എന്നാ പിടിച്ചോ, ഞങ്ങളങ്ങ് തന്നേക്കാം. നല്ല ബുദ്ധിമാനാണല്ലോ, നല്ല സുന്ദരനാണല്ലോ, നമുക്ക് മക്കളെ ഒന്ന് വെച്ചു മാറാം. നിങ്ങളുടെ മകനായ മുഹമ്മദ് നബിയെ ഇങ്ങ് തന്നോ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ബുദ്ധിമാനും സുന്ദരനുമായ ആളെ പകരം തന്നേക്കാം. വാസിലിം ഇലൈനാ ഇബ്ന അഖീക ഹാദാ അല്ലദീ ഖദ് ഖാലഫ ദീനനാ വദീന ആബായിക വഫറഖ ജമാഅത്ത് തമ്മിൻ ഖൗമിക വസഫഹ ഹലാമഹും വനഖ്തുലുഹു ഫഇന്നമാ ഹുവ റജുലുൻ ബിറജുലിൻ. കണ്ടില്ലേ, ആ മുഹമ്മദ് നബി എന്ന മോനെ ഇതാ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പകരം തന്നേക്കാം. ഞങ്ങൾ കൊണ്ടുപോയി മോനെ കൊല്ലട്ടെ, ഒരാൾക്ക് പകരം ഒരാളെ അങ്ങ് തന്നേക്കാം. ബുദ്ധിമാനായ അബൂ താലിബിന്റെ മറുപടിയാണ്, قال والله لبئس ما تسومونني يتعتوني ابنكم مغذوه لكم واعطيكم ابني تقتلونه. എന്തൊരു മണ്ടന്മാരാടോ നിങ്ങൾ, എന്റെ മോനെ കൊല്ലാൻ തരിക, നിങ്ങളുടെ മോനെ ഞാൻ പോറ്റുക, ഇതുപോലെ വിഡ്ഢിത്തരം ലോകത്തുണ്ടോ? വേഗം ഇറങ്ങിക്കോ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്താപ്പയായ അബൂ താലിബ് അവിടുന്ന് പറഞ്ഞു. പിന്നെയും അവർക്ക് നിക്കക്കള്ളിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശല്യപ്പെടുത്താൻ അവരിറങ്ങി. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ, ഇനി എന്തെങ്കിലും ഓഫറുകൾ കൊണ്ട് കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലയിൽ വീഴ്ത്താൻ ആർസൂ പർ കറം ഹോ ഷാഹേ ഹശീം വഖഫ് രംഗ് ജോ ആലം ജിസ്കി ഹെ ജിന്ദഗി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓഫറുകൾ കൊടുത്ത് ഒതുക്കാമെന്ന് വിചാരിച്ച് ഖുറൈശികളിൽപ്പെട്ട കുറെ ആളുകൾ ഇറങ്ങി. അങ്ങനെ ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്നയാളെ ക്ലബിൽ നിന്ന് നിയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയാ മുഹമ്മദ് നബിയോട് സംസാരിക്കണം, സംസാരിച്ചിട്ട് വേണ്ടത് എന്താണെന്ന് ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. എല്ലാ നിവേദനങ്ങളും വായിച്ചു പറയാൻ ഇന്ന് നമുക്ക് സമയം പോരാ. ഏതായാലും ലളിതമായി അതിന്റെ ഒരു ചിത്രം തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിപ്പിക്കുന്നു ഖുറൈശി പ്രമുഖന്മാരെല്ലാം. എന്നിട്ട് പറയുകയാണ്, അല്ല നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ മതത്തെക്കാൾ പുതിയൊരു മതമല്ലേ കൊണ്ടുവന്നത്? അന്നക ഖൈറും മിൻഹും, അവിടുന്ന് വലിയ നേതാവാണെന്നല്ലേ വാദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മതമാണ് സത്യമാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നിങ്ങളുടെ മതം നടപ്പിലാക്കിയാൽ ഞങ്ങളുടെ ദൈവങ്ങളെ മാറ്റിവെക്കേണ്ടി വരും.
ഇൻ കുന്ത ഇന്നമാ തുരീദു ബിമാ ജിഅത ബിഹി മിൻ ഹാദൽ അംരി മാലൻ ജമഅനാഹു ലക മിൻ അംവാലിനാ ഹത്താ തകൂന അക്സറനാ മാലാ. പണം കിട്ടാനാണോ മോനെ ഈ മതവും കൊണ്ടിറങ്ങിയത്? എന്നാ പണം തന്നേക്കാം, ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ മുതലാളിയായിക്കോ. അധികാരമാണോ വേണ്ടത്? എന്നാ അധികാരം അങ്ങ് തന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഇവിടെ ഒരു കാര്യം എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്ന് അസാധാരണത്വം എന്ന പോയിന്റ് മാത്രമേ അബൂജഹൽ എതിർത്തിട്ടുള്ളൂ, അബൂലഹബ് എതിർത്തിട്ടുള്ളൂ. അബൂലഹബും അബൂജഹലും പറയും ഞങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ മുഹമ്മദ് നബിയാണെന്ന്, ഞങ്ങളുടെ കൂട്ടത്തിലെ സുന്ദരൻ മുഹമ്മദ് നബിയാണെന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ മധ്യസ്ഥം പറയാൻ പറ്റുന്ന ആള് മുഹമ്മദ് നബിയാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അവർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അബൂജഹലും തമ്മിലുള്ള വ്യത്യാസം, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു ഈ ഗുണത്തിനെല്ലാം പുറമെ അസാധാരണത്വം എന്ന പ്രവാചകത്വമുണ്ട്. അബൂജഹൽ പറയുന്നു ഈ ഗുണങ്ങളെല്ലാം സമ്മതിച്ചോളാം, പക്ഷേ പ്രവാചകത്വം എന്ന അസാധാരണത്വം പറ്റൂല. സാധാരണക്കാരനായ മുഹമ്മദ് നബിയെ ഞങ്ങൾ അംഗീകരിച്ചോളാം, അസാധാരണക്കാരനായ മുഹമ്മദ് നബിയെ വേണ്ട എന്ന വ്യത്യാസമേ യഥാർത്ഥത്തിൽ അബൂജഹലും അബൂബക്കർ സിദ്ദീഖും തങ്ങളും തമ്മിലുള്ളൂ. ഇത് വളരെ മനോഹരമായി അടയാളപ്പെടുത്തിയ ഒരു പണ്ഡിതനാണ് സഈദ് ഹവ്വ. അദ്ദേഹത്തിന്റെ അർ റസൂലു വരിസാലയിൽ വളരെ മനോഹരമായി ഈ വിഷയം വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അവരെല്ലാവരും അംഗീകരിച്ചതാണ്. അതല്ലേ ചോദിച്ചത്, ഞാൻ 40 കൊല്ലം ജീവിച്ചിട്ട് എന്റെ ജീവിതത്തിൽ നിന്നൊരു ചെറിയ പുള്ളിയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചോദ്യമാണ്, 40 കൊല്ലം ഞാൻ നിങ്ങളുടെ ഇടയിൽ താമസിച്ചു, വല്ല കംപ്ലൈന്റ് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ലല്ലോ, ഒരു കംപ്ലൈന്റും ഇല്ലല്ലോ. എന്നാ ഞാൻ പറയുന്നതൊന്ന് കേട്ടുകൂടെ എന്നാണ്. അങ്ങനെ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കുറെ വർത്തമാനം പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, അഫറഗത യാ അബൽ വലീദ്, ഓ അബുൽ വലീദേ വർത്താനൊക്കെ തീർന്നോ? അതേ തീർന്നു. എന്നാൽ ഫസ്മഇ മിന്നി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. അപ്പൊ അബുൽ വലീദ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാൻ നിന്നില്ല, അഥവാ സാധാരണ വർത്തമാനം ഒന്നും പറഞ്ഞില്ല. തുടങ്ങി ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ഫുസ്സിലത്ത് അങ്ങ് പാരായണം ചെയ്യാൻ തുടങ്ങി. ഖുർആനിന്റെ മഹത്വം പറയുന്ന, അത് വിരോധിക്കുന്നവരുടെ കാരണം പറയുന്ന, അവസാനം അതിന്റെ 13ാമത്തെ ആയത്തെത്തി വഇന്നഅറളൂ ഫഖുൽ അൻസർതുകും സാഇഖതൻ മിസ്ല സാഇഖതി ആദിൻ വസമൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉരുട്ടിപ്പരട്ടിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു ഓഫറും കൊണ്ടുവന്ന ആളാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ഫുസ്സിലത്ത് ഓതി. എന്നിട്ട് പറഞ്ഞു, ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് ഇറങ്ങിയതുപോലെ അദാബ് ഇറങ്ങും, സൂക്ഷിച്ചോ. ഉടനെ അബുൽ വലീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായങ്ങ് പൊത്തിക്കളഞ്ഞു. ഇനി ഓതല്ലേ മുഹമ്മദേ. ഉത്ബത്ത് എന്ന് പറയുന്ന കുഫാറിന്റെ നേതാവാണ് ഈ അബുൽ വലീദ്. ഫംസക ഉത്ബത്തു അലാ ഫീഹി വനാശദഹു റഹിമായി യകുഫ അൻഹു. നിർത്തണേ, ഇനി ഓതല്ലേ, ഞങ്ങൾക്ക് അദാബറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഉത്ബയങ്ങ് യാചിക്കാനും കാരുണ്യം തേടാനും തുടങ്ങി. ثم انتهى رسول الله صلى الله عليه وسلم السجدة منها فسجدا. എന്നിട്ട് സുജൂദിന്റെ ആയത്ത് വരെ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഖദ് സമീഅത അബൽ വലീദ് മാ സമീഅത ഫഅൻത വദാക.
കേട്ടതെങ്ങനുണ്ട് അബുൽ വലീദ് എന്ന് ചോദിച്ചു. അപ്പ ചോദിച്ചു, ഇനി വേറെയുണ്ടോ അങ്ങെടുക്കൽ? പറഞ്ഞു, അതല്ല, എന്റെ അടുക്കലുള്ളത് ഈ ഖുർആനാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫഖാമ ഉത്ബത്തു വലം യഉദു ഇലാ അസ്ഹാബിഹി, ഉത്ബത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് വേറൊരു വഴിക്കങ്ങ് വിട്ടുകളഞ്ഞു. പറഞ്ഞു വിട്ട ഖുറൈശികളുടെ സഭയിലേക്ക് മടങ്ങിയില്ല. ഖുറൈശികൾ വലിയ മീറ്റിംഗ് കൂടിയിട്ട് പ്രതിനിധി അയച്ചതാ. പണം വേണോ കൊടുക്കാം, പെണ്ണ് വേണോ നൽകാം, അധികാരം വേണോ നൽകാം, ഒന്ന് പോയി മര്യാദക്ക് സംസാരിച്ചിട്ട് വാന്ന് പറഞ്ഞ് വിട്ട അംബാസഡറാണ്. അംബാസഡറിനെ തിരിച്ചു കാണുന്നില്ല. അപ്പ അബൂജഹലൊക്കെ ആലോചിക്കാൻ തുടങ്ങി, വല്ലാഹി യാ മഅ്ശറ ഖുറൈശ് മാ നറാ ഉത്ബ ഇല്ലാ ഖദ് സബാ ഇലാ മുഹമ്മദിൻ വഅജബഹു തആമഹു. കണ്ടോ? അപ്പോ അബൂജഹൽ പറയാ, എവിടെ പോയി നമ്മൾ പറഞ്ഞു വിട്ട ഉത്ബത്ത്? ആ മുഹമ്മദ് നബിയുടെ മതത്തിലേക്ക് കാണും ചാഞ്ഞു പോയോ? അല്ലെങ്കിൽ വഅജബഹു തആമഹു, അവിടെയുള്ള ഒജീനത്തിലും കാണാൻ വീണുപോയോ? അവിടെയുള്ള ഭക്ഷണത്തിൽ വീണുപോയോ? വഅജബഹു തആമഹു, ഭക്ഷണത്തിലെങ്ങാനും വീണുപോയോ? വമാദാക ഇല്ലാ മിൻ ഹാജത്തിൻ അസാബതുഹു ഫന്തലിഖൂ ബിനാ ഇലൈഹി ഫാതഹു ഫഖാല അബൂ ജഹലിൻ വല്ലാഹി മാ യാ ഉത്ബ മാ ജീനാക ഇല്ലാ അൻത ഖദ് സബൗത ഇലാ മുഹമ്മദിൻ വഅജബക അംറഹു ഫഇൻ കാന ലക ഹാജ ജമഅനാ ലക മിൻ അംവാലിനാ മാ യുഗ്നീക അൻ തആമി മുഹമ്മദ്. അപ്പൊ എന്താ പറഞ്ഞറിയ? എന്ത് പറ്റി? തേടി പിടിച്ച് ഉത്ബയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, എന്തേ മുഹമ്മദ് നബിയുടെ മതത്തിലേക്ക് വീണുപോയോ? അതല്ല, അവിടുത്തെ ഭക്ഷണത്തിൽ വീണുപോയോ? എന്നാ ഞങ്ങൾ പൈസ പിരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം. എന്തിനാണ് ആ ഭക്ഷണത്തിൽ മുഹമ്മദ് നബിയുടെ ഭക്ഷണത്തിലേക്ക് പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ അദ്ദേഹം പറയാണ്, ഉത്ബയ്ക്ക് ദേഷ്യം പിടിച്ചു, എനിക്കങ്ങനെ ഭക്ഷണത്തിന് വല്ല ക്ഷാമമുണ്ടോ? ഒരു ക്ഷാമോ എനിക്കില്ലല്ലോ ഭക്ഷണത്തിന്. കാരണം എന്താ? ഞാൻ വലിയ മുതലാളിയാ, എനിക്ക് ആവശ്യത്തിലുള്ള ഭക്ഷണമല്ല ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ എന്നെ കളിയാക്കാൻ പാടില്ല. മൗലിദിന്റെ ഒജീനം വാങ്ങാൻ വരുന്ന എല്ലാ ആളുകളും വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തോണ്ടല്ല, ബറക്കത്തിന്റെ വരുന്നവരാണ്. അവരെയാണ് ചില ആളുകളൊക്കെ ഭക്ഷണം തിന്നാൻ പോകുന്നവരെന്ന് കളിയാക്കുന്നത്. വീട്ടിൽ വലിയ നിഅമത്തുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ ബറക്കത്തിന്റെ ഭക്ഷണത്തിന് പോകുന്ന ആളുകൾ അവരാശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയ മജ്ലിസിന്റെ ബറക്കത്താണ്. അവസാനം ഉത്ബത്തിനെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, പിന്നെ എന്താ സംഭവിച്ചു പോയത്? ഉടനെ ഉത്ബത്ത് പറയുകയാണ്, വല്ലാഹി മാ സമിഅ്തു മിസ്ലഹു, സത്യം പറയട്ടെ, ഞാൻ ഇതുപോലൊരു വർത്തമാനമോ ഒരു പാരായണമോ എവിടെയും കേട്ടിട്ടില്ല. വല്ലാഹി മാ ഹുവ ബിശ്ശഅരി വലാ ബിസ്സിഹ്രി വലാ ബിൽകഹാനതി യാ മഅ്ശറ ഖുറൈശ് അതീഊനി വജഅലൂഹാ ബി വഖല്ലൂ ബൈന الرجുലി വബൈന മാ ഹുവ ഫീഹി ഫഅ്തസിലൂ. ഞാൻ സത്യം പറയട്ടെ ഖുറൈശികളെ, ഇതൊരു അത്ഭുതമുള്ള വാചകം തന്നെ. അത് കവിതയല്ല, അത് മാരണമല്ല, അത് ജ്യോത്സ്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. വജഅലൂഹാ ബി വഖല്ലൂ ബൈന الرجുലി വബൈന മാ ഹുവ ഫീഹി, ആ മനുഷ്യനെയും ഖുർആനെയും അങ്ങ് വിട്ടുകൊടുത്തേക്ക്. അത് വലിയ അത്ഭുതമുള്ളത് തന്നെ. فوالله لقد سمعت من هذا الرجل كلاما ما سمعت أذناي كلاما مثله وما دريت ما أرد عليه. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ചെറുപ്പക്കാരനിൽ നിന്ന് ഞാൻ കേട്ട ആ ഖുർആൻ ഉണ്ടല്ലോ, അതിന് സമാനമായി ഒന്നും ഞാൻ കേട്ടിട്ടില്ല. എനിക്കൊന്നും മറുപടി പറയാനുമില്ല. ഖുറൈശികൾ അത്ഭുതം പെട്ടുപോയി. വില്ലിന് വെച്ചത് പല്ലിനായി പോയി എന്ന നിലക്ക് അവര് വേദനിച്ചിട്ട് ഒരൊറ്റ മറുപടിയാണ്, സഹറക വല്ലാഹു വല്ലാഹി യാ അബൽ വലീദ്, ഓ അബുൽ വലീദേ, മുഹമ്മദ് നബി നിങ്ങളെ മാരണത്തിൽ സിഹർ ചെയ്ത് വീഴ്ത്തിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അപ്പോഴും വിട്ടില്ല ഉത്ബത്ത്. ഹാദാ റഈഹി ഫീഹി ഫസ്നഉ മാ ബദാലകും, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോ, ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓഫർ നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒതുക്കിക്കളയാം എന്ന നിലക്ക് ഒരുങ്ങിയപ്പോൾ അല്ലാഹു തആല അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു. ഇപ്പോഴും ഇസ്ലാമിലെ മെമ്പർമാരെത്രയാ? 39 പേരെ ഇസ്ലാമിലുള്ളൂ. 40ാമതൊരു മെമ്പർ വരണമെന്ന് ആശിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 പേര് വന്നാൽ ഇവിടെ ചിലത് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് 40ാമത്തെ ആളിലേക്ക് കടക്കാൻ ഇന്ന് നമുക്ക് സമയം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ വീണ്ടും അവര് പരീക്ഷിക്കാൻ തുടങ്ങി. ലൗലം തകുൻ ഫീ ആയാതും മുബയ്യനതുൻ കാനത് ബദാഹതുഹു തുംബിക ബിൽ ഖബരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ ഓരോരോ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഓ മുഹമ്മദ് നബിയെ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ പ്രവാചകനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നടക്കുന്ന എന്തിനാ? ഞങ്ങൾ ഭക്ഷണം കഴിക്കും പോലെ കഴിക്കുന്ന എന്തിനാ? ഭക്ഷണം കഴിക്കുകയും പ്രവാചകനാവുകയും ഒരുമിച്ചുണ്ടാകുമോ എന്നൊക്കെ ചില സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. എന്നിട്ട് അവസാനം അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാ, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ഞങ്ങൾ പറയുന്ന ഓഫറൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ فاسأل لنا ربك أنهارا كأنهار العراق والشام وليبعث لنا من مضى من آبائنا. എന്നിട്ട് പറയുകയാണ്, അല്ലയോ മുഹമ്മദ് നബിയെ, നിങ്ങൾ പറയുന്ന ആശയം ഞങ്ങൾ പറയുന്ന ആശയത്തിനെതിരാണ്. ഞങ്ങൾ എന്ത് ഓഫറും നിങ്ങൾക്ക് തരാം, അത് വേണ്ടാന്നാണ് വെക്കുന്നതെങ്കിൽ ഞങ്ങളൊരു ആവശ്യം ഉന്നയിക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ കുളവും അരുവിയും ഒന്നുമില്ലല്ലോ. ഇറാഖിലും സിറിയയിലും ഒക്കെ ഉള്ളതുപോലെ ഇവിടെ ഞങ്ങൾക്ക് പുഴയുണ്ടാക്കി തരണം. പിന്നീട് പറയുകയാണ്, മരിച്ചുപോയവരെ എല്ലാം ജീവിപ്പിച്ചു തരണം. പിന്നെ പറയാണ്, ഖുസയ്യ് ഇബ്നു കിലാബ് എന്ന് പറയുന്ന ആളെ ഒന്ന് ജീവിപ്പിച്ചു തരണം. അദ്ദേഹം നമ്മുടെ പരമ്പരയിലെ പേരെടുത്ത പിതാവല്ലേ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, മഹഖുൻ ഹുവ അം ബാത്തിൽ, ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അല്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കാം. അതുകൊണ്ട് ഖുസയ്യ് ഇബ്നു കിലാബിനെ ഒന്ന് ജീവിപ്പിച്ചു തരണം. ഇങ്ങനെ 25ഓളം ആവശ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുന്നത് ഈ അധ്യായത്തിൽ സീറയുടെ രചനകൾ ഇബ്നു ഹിഷാമും ഇമാമുൽ ഹലബിയും ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് സാലിഹ് ഷാമിയും ഹാദൽ ഹബീബ് ഹാദൽ മുഹിബ് എന്ന് പറയുന്ന അബൂബക്കർ ജസായിരിയുടെ ഗ്രന്ഥവും അതുപോലെ തന്നെ സഈദ് ഹവ്വയുടെ അർ റസൂൽ വൽ റിസാലയും തുടങ്ങി അങ്ങോട്ട് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുന്ന ഏകദേശം 200ഓളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുന്ന സീറ എന്ന അധ്യായത്തിൽ 2740 ചില്ലറ ഗ്രന്ഥങ്ങൾ മസ്ജിദുൻ നബവിയിലെ ലൈബ്രറിയിൽ മാത്രമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ പറയുന്ന ഗ്രന്ഥം, ഹദീസല്ല, അല്ലെങ്കിൽ ഖുർആൻ വ്യാഖ്യാനമല്ല. അങ്ങനെ സീറ എന്ന ചാപ്റ്ററിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ സീറ എന്ന പഠന മേഖല മാത്രം, അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹ ദർശനത്തെ കുറിച്ച് പറയുന്ന 21 വാള്യമുള്ള CD-യുടെ 1-ാം വാള്യത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള വിജ്ഞാന ശാഖയിലെ 2ാമത്തെ സയൻസാണ് അസ്സീറത്തുൻ നബവിയ്യ. അതിൽ മാത്രം 3000ഓളം ഗ്രന്ഥങ്ങൾ മസ്ജിദുൻ നബവിയിലെ ലൈബ്രറിയിൽ മാത്രമുണ്ട്. പ്രിയപ്പെട്ട അന്വേഷകരെ, പിന്നെയുണ്ടോ നമുക്ക് പറയാൻ ക്ഷാമം? ഇമാമുകൾ അവരുടെ ജീവിതം മുഴുവനും ഹബീബിനെ പരിചയപ്പെടുത്താൻ ചെലവഴിച്ചുപോയി. അവരുടെ ജീവിതം മുഴുവൻ ഇമാമുൽ ഖസ്തല്ലാനി റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് എഴുതിപ്പോയി. അങ്ങനെ ഇമാമുകളെല്ലാം എഴുതിയത് മുഴുവനും പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം പങ്കുവച്ചാലും മതിയാവുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഞങ്ങൾക്കിവിടെ പുഴയുണ്ടാക്കി തരണം, ഞങ്ങൾക്കിവിടെ അരുവി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബിഹാദാ ബുഇത്തു ലക്കും മിന്നമാ ജിഅതുകും മിനല്ലാഹി ബിമാ ബഅസനി ബിഹി വഖദ് ബല്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും.
ഞാനങ്ങനെ പുഴയും കുളവും ഒന്നും ഉണ്ടാക്കാൻ വന്നതല്ല, അള്ളാഹുവിന്റെ സത്യദീനും കൊണ്ടുവന്നതാണ്, നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്ഭുതങ്ങൾ ആവശ്യപ്പെടുന്നത് അവർ അംഗീകരിക്കാനല്ല. അത്ഭുതം കിട്ടിയാലും അവർ നിഷേധിക്കും. അപ്പൊ അത്ഭുതം കിട്ടിയിട്ട് നിഷേധിച്ചാൽ അല്ലാഹു തആല അദാബിറക്കും. അദാബിറക്കിയാൽ നബി തങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ആ ദൃഷ്ടാന്തങ്ങളെ കാണിക്കാൻ ഒരുങ്ങാതിരുന്നത് എന്ന് മറ്റൊരായത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമാ മനഅനാ അൻ നുർസില ബിൽ ആയാതി ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ. അല്ലാഹുവിനോട് പറഞ്ഞാൽ മക്കത്തൊരു പുഴ ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അള്ളാഹുവിനോട് തെളിവ് ആവശ്യപ്പെട്ടു, അല്ലാഹ് തെളിവ് തന്നു. പിന്നെയും ഇവര് പഴയ പണി തന്നെ കാണിച്ചാൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിപ്പോകും. അതുണ്ടാകാൻ പാടില്ലെന്ന് വിചാരിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ യഥാർത്ഥ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്ക് തെളിവ് കൊടുത്താലും അവരത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. കാരണം ചന്ദ്രനെ 2 പിളർപ്പാക്കി അങ്ങ് കാണിച്ചു കൊടുത്ത് ഇഷ്ഹദു, ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ചന്ദ്രൻ 2 പിളർപ്പാക്കി അങ്ങ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഒരു പൂൾ അവിടെയും ഒരു പൂൾ ഇവിടെയും നിൽക്കുന്നത് കണ്ടോ? അപ്പോഴും അവര് പറഞ്ഞു ഇത് മാരണമാണ്. അപ്പൊ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ തെളിവ് കൊടുത്തത് കൊണ്ട് മാത്രമാകില്ലെന്ന് അള്ളാഹുവിനറിയാം. അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അറിയാം. പിന്നീട് അവരാവശ്യപ്പെട്ടു, ഓ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറയുന്നതാണ് സത്യമതമെങ്കിൽ ഞങ്ങൾക്കൊരു കൊട്ടാരം ഉണ്ടാക്കി തരണം. ആകാശത്തുനിന്ന് ഒരു പൊളി തുറന്നിട്ട് ഞങ്ങളെ അങ്ങ് സ്വർഗത്തിലേക്ക് കയറ്റി തരണം. എന്നിട്ട് മേലെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഒരു മലക്കിനെ ഇങ്ങ് ഇറക്കി തരണം. എന്നിട്ട് ആ മലക്ക് വന്ന് പറയട്ടെ നിങ്ങൾ സത്യനബിയാണെന്ന്. ഇങ്ങനെയൊക്കെ കുറെ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിനൊന്നും അല്ല എന്നെ ഇങ്ങോട്ട് അയച്ചത്, പക്ഷേ നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരാനാണ് എന്നെ ഇങ്ങോട്ട് അല്ലാഹു തആല അയച്ചു തന്നത്. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, ഖുർആൻ ഇത് മുഴുവനും ഏറ്റെടുക്കുന്നു. ഇബ്നു ഇസ്ഹാഖിന്റെ നിവേദനത്തിൽ കാണാം, അൻസലല്ലാഹു തആല ഫീമാ സഅലഹു ഖൗമുഹു ലിഅൻഫുസിഹിം മിൻ തൈസീരിൽ ജിബാലി വതഖ്തീഇൽ അർളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ഈ വിഷയങ്ങളെല്ലാം പരിശുദ്ധമായ ഖുർആൻ അവിടെ ഏറ്റെടുക്കുകയാണ്. വലൗ അന്ന ഖുർആനൻ സുയ്യിറത ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത ഔ കുല്ലിമ ബിഹിൽ മൗതാ ബൽ ലില്ലാഹിൽ അംറു ജമീഅ. അവരാവശ്യപ്പെടുന്നത് മരിച്ചവരെ ജീവിപ്പിക്കാനും മലക്കിനെ ഇറക്കിത്തരാനും അരുവി ഉണ്ടാക്കാനുമാണോ നബിയേ? വമാ മനഅനാ അൻ നുർസില ബിൽ ആയാതി ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ. മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികൾ ഇങ്ങനെ തെളിവ് ചോദിച്ചിട്ട് അവർ അംഗീകരിച്ചില്ല. തെളിവ് കിട്ടിയിട്ടും അവര് സമ്മതിച്ചില്ല. അതിന്റെ പേരിലാണ് ദൃഷ്ടാന്തമിറക്കാത്തത് നബിയേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 39 വിശ്വാസികളും മക്കയിൽ ജീവിക്കുന്നു. നാളെ നമുക്ക് 40ാമത്തെ വിശ്വാസിയും പുതിയ രംഗപ്രവേശനവുമാണ് പറയാനുള്ളത്. അതിന്റെ ഇടയിൽ നമ്മുടെ മജ്ലിസ് സ്നേഹത്തിന്റെ ലോകത്തേക്കൊരു കാൽവെപ്പാണല്ലോ. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടതുപോലെ അംഗീകരിക്കാനും സ്നേഹിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. وكل عينة الرسل الكرام بها فإنما اتصلت من نوره بهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരുടെയും മുഅ്ജിസത്തിന്റെ സമ്പൂർണമായ പ്രകാശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് നൽകിയത് കേട്ടോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ ചെറിയ ഒരു സംഭവം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ഖ് വെക്കാൻ നമുക്ക് 2-3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാമല്ലോ.
അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രായമുള്ള ഒരുമ്മ, അൻസ്വാറുകളിൽപ്പെട്ട ഒരു ഉമ്മയാണ്. ആ ഉമ്മയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിടുന്ന് കടന്നു വന്ന മഹദിയാണ്. അൻസ്വാറുകളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ മാതാവാണ്. ദലായിലുൻ നുബുവയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലേക്ക് അവിടുന്ന് ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കാണിക്കുന്നു. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ മുൻഗാമികളായ എല്ലാ പ്രവാചകന്മാരും വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചമെടുത്തുകൊണ്ടാണ് അവരെല്ലാം വിജയികളായി മാറിയത്. അവരുടെ മുഅ്ജിസാത്തുകൾ ഇവിടെ ഉണ്ടായത് കേട്ടോ. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് നിർത്താം. എല്ലാ മുഹിബ്ബുകളും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ നമ്മുടെ ഈ മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യാനുള്ള മജ്ലിസാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ 2 മണിക്കൂറാകുമ്പോൾ നമ്മുടെ പരിപാടി നിർത്തുന്നത്. കുറെ വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനുണ്ടെങ്കിലും ഈ വരുന്ന ഒരു 5 ദിവസം കൂടി ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണം. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിന് എത്ര കൊല്ലം കഴിഞ്ഞാണെന്ന് എനിക്കറിയില്ല, എത്ര കാലം കഴിഞ്ഞിട്ടാണെന്ന് നമുക്ക് നിശ്ചയമില്ല. ഏതായാലും ഒരു റബീഉൽ അവ്വലിൽ പറയും, ഈ റബീഉൽ അവ്വലിൽ ഇവിടെ പ്രസംഗം നടത്തിയിരുന്ന ആള് മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു കാലമുണ്ടാകുമല്ലോ. അന്ന് എവിടെയെങ്കിലും ഒരു ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ടാകുമല്ലോ. അവിടെ കിടന്നിട്ട് മദീനത്ത് കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്ന് ദർശനം അനുഭവിക്കുന്ന സ്വാലിഹുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ലക്ഷ്യം ഹബീബാണ്. ഉമ്മമാരെ കണ്ടില്ലേ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ആദ്യം സഹിച്ച ത്യാഗം. നമ്മൾ ഇന്ന് ഈ ഇസ്ലാമിനെയാണോ കാറ്റിൽ പറത്തുന്നത്? പെങ്ങളെ ഔറത്ത് മറക്കേണ്ടത് റസൂലുള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. സുമയ്യ റളിയല്ലാഹു അൻഹ കൊല്ലപ്പെട്ടത് കണ്ടില്ലേ, ഇസ്ലാമിനു വേണ്ടിയാണ്. ഉമ്മു ഉമാറ പരിക്കേറ്റത് കണ്ടില്ലേ, ഹബീബിന് വേണ്ടിയാണ്. ആയിഷ ബീവി ക്ഷമിച്ചത് കണ്ടില്ലേ, റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയാണ്. ഖദീജ ബീവി ഖിദ്മത്ത് ചെയ്തത് കണ്ടില്ലേ, ഹബീബിന് വേണ്ടിയാണ്. എല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും വസീല, പരിഹാരത്തിനുള്ള വസീല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാ കണ്ടില്ലേ, അൻസാറുകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി. ഫജാഅത് ഉമ്മുഹു ലഈഫ. ആ ചെറുപ്പക്കാരന്റെ ഉമ്മ വളരെ ആരോഗ്യമില്ലാത്ത, കണ്ണ് കാണാൻ വയ്യാത്ത ഉമ്മ. ആ ഉമ്മയുടെ അടുക്കൽ മകൻ മരണപ്പെട്ടുപോയ വിവരമറിയുന്നു. അതാ ആ ഉമ്മയുടെ ദുആ കേട്ടോ. ദലായിലുൻ നുബുവയിൽ കാണാം. അല്പം വിശദീകരണത്തോടെ തന്നെ ഇബ്നു അബി ദുനിയ കിതാബു മൻ ആശ ബഅദൽ മൗത്തിൽ എഴുതിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അഹ്മദുൽ ഖർപൂത്തിയുടെ അസീദത്തു ഷഹദയാണ് ഞാൻ വായിക്കുന്നത്. 92-ാം പേജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച അൻസാറുകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയപ്പോൾ കണ്ണു കാണാൻ വയ്യാത്ത ഉമ്മ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നീ ഹാജർതു ഇലൈക വ ഇലാ നബിക. ഓ അല്ലാഹുവേ, ഞാൻ നിന്നിലേക്കും നിന്റെ ഹബീബിലേക്കും ഹിജറ ചെയ്തു വന്നത് റജാഅൻ തുഗീസനീ ഫീ കുല്ലി ഷിദ്ദാ, എല്ലാ വിഷമത്തിലും എന്നെ സഹായിക്കാനല്ലേ അല്ലാ നിന്റെ മാർഗത്തിൽ ഞാൻ ഹിജറ ചെയ്തിട്ട് നിന്റെ ഹബീബിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചത്. ഫലാ തഹ്മിൽ അലയ്യ ഹാദിഹിൽ മുസീബ ബിഹുർമതി നബീക. മകൻ മരണപ്പെട്ട് ജനാസയുടെ കട്ടിലിൽ കിടക്കുകയാണ്, തുണി പുതച്ച് കിടക്കുന്നു. അപ്പോഴാണ് ഉമ്മാന്റെ ദുആ, പടച്ചവനെ ഞാൻ നിന്റെയും ഹബീബിന്റെയും പ്രീതിക്ക് വേണ്ടിയല്ലേ ഹിജറ ചെയ്തു വന്നത്, എന്നെ കൈയൊഴിയാതിരിക്കാനല്ലേ ഞാൻ വന്നത്, എനിക്ക് കണ്ണ് കാണില്ലല്ലോ റബ്ബേ, ഇപ്പൊ എന്റെ മോനെ വിളിച്ചിട്ട് എനിക്ക് താങ്ങാൻ പറ്റൂല റബ്ബേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുർമത്ത് കൊണ്ട്, അവിടുത്തെയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എന്റെ മോനെ ഇപ്പം വിളിക്കല്ലേ റബ്ബേ, ഇപ്പൊ മോനെ ഖബറടക്കിയാൽ എനിക്ക് കഴിയൂല റബ്ബേ. അപ്പോഴതാ ദുആ അങ്ങ് കഴിയുമ്പോഴേക്ക് ഈ കുഞ്ഞ് കഫൻ പുടവ മാറ്റിക്കളഞ്ഞിട്ട് ജീവനോടെ എഴുന്നേൽക്കുന്നു. മയ്യിത്ത് കാണാൻ വന്നവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, ആ റസൂലുള്ളാഹിനെ വസീലയാക്കി ജീവിക്കണം. എനിക്കും നിങ്ങൾക്കും ഒന്നുമില്ല. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ഒരൊറ്റ സഹാബിയും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ നിസ്കാരം കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന്. ഏത് സഹാബിയാണ് പറഞ്ഞത് ഞാൻ എന്റെ നോമ്പ് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന്? എല്ലാ സഹാബികളും പറഞ്ഞത് ഞങ്ങൾക്ക് നോമ്പില്ല, നിസ്കാരമില്ല, റസൂലുള്ളാഹിനെ കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നാണ്. അപ്പോൾ ഏഴകളായ നമുക്കും നമ്മുടെ കയ്യിൽ ഫലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ. ചില ആളുകൾ പറയും റബീഉൽ അവ്വൽ വരുമ്പോ മൗലിദ് ഓതണ്ട, ഇവിടെ സുന്നത്തെടുത്താ മതി എന്ന് പറയും. ഇമാം ബുഖാരി പഠിപ്പിച്ചതെന്ന് വായിച്ചു നോക്കുമോനെ, ഇമാം മുസ്ലിം പഠിപ്പിച്ചതെന്ന് വായിച്ചു നോക്കുമോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന അറാബിയുടെ ചോദ്യം, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാള്? റസൂലുള്ളാഹി തങ്ങളുടെ തിരിച്ചുള്ള ചോദ്യം, എന്താ മോനെ കരുതി വെച്ചിട്ടുള്ളത്? അവിടുത്തെ മറുപടി ശ്രദ്ധിച്ചൊന്ന് വായിക്ക്. അപ്പൊ നബിയെ ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല കസീറ സ്വലാത്തിൻ വലാ വസിയാം. എന്റെ കയ്യിൽ നോമ്പും നിസ്കാരവും ഇല്ല നബിയേ. എന്റെ കയ്യിലുള്ളത് ഹബീബായ നബിയോടുള്ള ഇഷ്ഖ് മാത്രമാണ് നബിയേ, വേറൊന്നുമില്ല. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോയി നിസ്കരിച്ചോന്നല്ല, അന്ത മഅമൻ അഹ്ബബ്ത, നീ സ്നേഹിച്ചത് റസൂലുള്ളാഹിനെ അല്ലേ, കൂടെ സ്വർഗത്തിൽ കടക്കാം. അല്ലാഹുവേ, ഞങ്ങൾ ഇതിലാണ് ആശ വെക്കുന്നത്, ഞങ്ങളെ കൈയൊഴിയല്ലേ റഹ്മാനേ.